أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال النبي صلى الله عليه وسلم النكاح من سنتي وفي رواية فمن رغب عن سنتي فليس مني أو كما قال رسول الله صلى الله عليه وسلم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ ബർസഖി ജീവിതം അല്ലാഹു ആനന്ദത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ ചേർക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ മുഴുവൻ നിയമ നിർമ്മാണ അവതരണങ്ങളും സംഭവിച്ചത് അങ്ങനെയാണ് വിവാഹം എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു പ്രക്രിയ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു പ്രോത്സാഹിപ്പിക്കുകയും മാനവകുലത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ് വിവാഹവും കുടുംബവും എന്ന് സ്ഥാപിക്കുകയും ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യോൽപത്തിയുടെ ആരംഭം തന്നെ വിവാഹത്തിലൂടെയാണെന്നും കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കോടിക്കണക്കായ മനുഷ്യർ വ്യാപിച്ചത് എന്നുമെല്ലാം അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് വ്യക്തമാക്കിയത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിക്കുകയും വഖലഖ മിൻഹാ സൗജഹാ, അതിന്റെ ഇണയെയും ആ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. وخلق منها زوجها وبث منهما رجالا كثيرا ونساء, ആ ദമ്പതികളിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഒരുപാട് മനുഷ്യരെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു വ്യാപിപ്പിച്ചു എന്നും പരിശുദ്ധമായ ഖുർആൻ. ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇണചേരലിലൂടെയും ജോഡികളായി സമൂഹമായി ജീവിക്കുന്നതിലൂടെയുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അടിവരയിടുന്നു. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ, നാം മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് സൗജൈൻ, ഇണകളായിട്ടാണ്. ഇണകൾക്കാണ് തുണയാകാൻ കഴിയുക, ഇണകൾക്കാണ് തുണകളാകാൻ കഴിയുക. ഇണകളാകുന്ന ഇടത്താണ് ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്നത്, വേറൊന്നുമല്ല. മനുഷ്യ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് ഇസ്ലാമികമായ കുടുംബ ജീവിതം പടുത്തുയർത്തുന്നതിലൂടെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ അടിവരയിടുന്നു. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറയുന്നു. ലോകത്തെ മനുഷ്യന് തന്റെ കരിയറിലൂടെ, പണത്തിലൂടെ, പ്രതാപത്തിലൂടെ, അധികാരത്തിലൂടെ ലഭിക്കാത്ത സമാധാനം അത് കുടുംബം ഭദ്രമാകുന്നതിലൂടെയാണ്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ നിങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളുടെ ഇണകളെ സംവിധാനിച്ചിരിക്കുന്നു.
أن خلق لكم من أنفسكم أزواجا لتسكنوا إليها ആ ഇണകളിലേക്ക് നിങ്ങൾ സമാധാനമടയുവാൻ വേണ്ടി وجعل بينكم مودة ورحمة അല്ലാഹു നിങ്ങളുടെ ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്നു മവദ്ദതൻ സ്നേഹത്തെ വറഹ്മതൻ കാരുണ്യത്തെ. മനുഷ്യൻ സ്നേഹം പഠിക്കേണ്ടത്, മനുഷ്യൻ കാരുണ്യം പഠിക്കേണ്ടത് കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടാണ്, മക്കളെ സ്നേഹിച്ചുകൊണ്ടാണ്, ഭാര്യയും മാതാപിതാക്കളെയും സ്നേഹിച്ചുകൊണ്ടാണ്. ഇത് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇവിടെ നിന്നാണ് കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയാത്തവന് സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് മനുഷ്യന് അത്യാവശ്യമാണ്. ആ സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് ഇണകൾ തുണകളാകുന്നതിലാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ എന്റെ മാർഗമാണ് എന്ന് പഠിപ്പിച്ചത്. ലോകത്തെ എത്രയോ സന്യാസിമാർ, ആചാര്യന്മാർ, മത അധ്യക്ഷന്മാർ, പുരോഹിതന്മാർ വിവാഹത്തോട് നീരസം പ്രകടിപ്പിച്ചപ്പോൾ, നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ-നിക്കാഹു മിൻ സുന്നതി, വിവാഹം എന്റെ മാർഗത്തിൽപ്പെട്ടതാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ മാർഗത്തെ ആഗ്രഹിക്കാത്തവൻ, എന്റെ മാർഗത്തോട് വെറുപ്പ് പുലർത്തിയവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ വിവാഹ ജീവിതത്തെക്കാളും കരിയറിനെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഏതാണോ അവരുടെ കഴിവ്, ആ കഴിവനുസരിച്ച് അവരുടെ ജീവിതം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബം വേണ്ട എന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിയത് എങ്ങനെയാണ്? വിവാഹം ഒരു സാമൂഹിക ബാധ്യതയായി കണ്ടു ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് സാമൂഹിക ബാധ്യതയല്ല, ഇന്നതൊരു ഓപ്ഷനായി മാത്രം മാറിയിരിക്കുന്നു. ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ അതൊരു സാമൂഹിക ബാധ്യത എന്ന് പറഞ്ഞുകൂടാ. പിന്നെയോ മനുഷ്യോൽപത്തിയുടെ നിർമ്മാണത്തിനും പ്രചരണത്തിനും വിവാഹവും കുടുംബവും ആവശ്യമാണ്. അതാണ് അവിടെ പറയാനുള്ളത്. അത് അനിവാര്യതയാണ്. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നു, വിവാഹം അത്രമേൽ അനിവാര്യതയാണോ? ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ, പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ, അള്ളാഹുവിന്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നു, വിവാഹം മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതയും. കരിയർ കൊണ്ട്, പണം കൊണ്ട്, പ്രതാപം കൊണ്ട് ഫില്ല് ചെയ്യാൻ കഴിയാത്തത് വിവാഹത്തിലൂടെയും കുടുംബ ജീവിതത്തിലൂടെയുമാണ് സ്വയത്തമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ, വല്യാപ്പ, മുത്താപ്പ തുടങ്ങിയ ബന്ധങ്ങളെല്ലാം രൂപപ്പെട്ടത് ആ വിവാഹത്തിൽ നിന്നാണെങ്കിൽ, ആ ബന്ധങ്ങളിൽ വളർന്നു വന്ന മക്കൾ ചോദിക്കുന്നു, എന്തിന് ഞാൻ വിവാഹം ചെയ്യണം? ആ ചോദ്യം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചോദിക്കാനുണ്ടായ സാഹചര്യങ്ങളെയാണ് നാം ഇവിടെ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചോദിക്കുന്നു? എന്താണ് പുതിയ തലമുറ വിവാഹത്തോട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നീരസം പ്രകടിപ്പിക്കുന്നതിന് കാരണം എന്താണ്? പലപ്പോഴും നമ്മുടെ നാടിന്റെ ഒരു സാഹചര്യത്തിൽ വിവാഹത്തിൽ നഷ്ടം പെൺകുട്ടികൾ, സ്ത്രീയുടെ പക്ഷത്തിനാണ്. അള്ളാഹു ലളിതമാക്കിയതിനെ നമ്മൾ സങ്കീർണമാക്കി. വിവാഹം, ഇസ്ലാം പറയുന്ന വിവാഹം എത്ര ലളിതമാണ്, പക്ഷെ നമ്മളത് എത്ര സങ്കീർണമാക്കി. അവിടെ അതിന്റെ പ്രശ്നം ആരംഭിച്ചു. ലക്ഷോപലക്ഷം രൂപ മുടക്കി ഒരു ദിവസത്തെ വിവാഹം പൊടിപൊടിക്കുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് ഒരു ആയുഷ്കാലം ജീവിക്കുവാനുള്ള സന്തോഷവും സമാധാനവുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു.
എന്തിന്? അവർ സ്വാഭാവികമായും ചിന്തിക്കുന്നു, എന്തിന് എന്റെ പണം, അല്ലെങ്കിൽ എന്റെ പിതാവ് അധ്വാനിച്ച പണം എന്തിന് ആ ഒരു ദിവസത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കണമെന്ന് ആ കുട്ടികൾ ചിന്തിക്കുകയും, എന്റെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടാൽ, എനിക്കൊരു നല്ല ജോലി ലഭിച്ചാൽ, എന്റെ കരിയർ രക്ഷപ്പെട്ടാൽ എനിക്കെന്തിന് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കണമെന്ന് സ്വാഭാവികമായി അവർ ആലോചിക്കുകയാണ്. പ്രായോഗികമായി അതിൽ ചില ശരികളുണ്ടെങ്കിലും ശാശ്വതമായി അതൊരു ശരിയായ ചിന്തയല്ല എന്ന് നമുക്ക് പറയാം. വിവാഹത്തെ സങ്കീർണമാക്കി പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൻ നികാഹി ബറകതൻ ഐസറുഹാ മഉനതൻ. ഏറ്റവും നല്ല വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായി നിർവഹിക്കപ്പെടുന്ന വിവാഹമാണ്, ചെലവ് കുറഞ്ഞ വിവാഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തോഷ സുദിനത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ക്ഷണിക്കുകയും സൽക്കരിക്കുകയും ചെയ്യണ്ട എന്നല്ല, അതിന്റെ പരിധി താണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം, കേരളത്തിലെ കല്യാണങ്ങളുടെ അത്യാഡംബരങ്ങൾ, ഏറ്റവും കൂടുതൽ അത്യാഡംബരം നിറഞ്ഞ വിവാഹം നടത്തുന്നത് മുസ്ലിം സമുദായമായി മാറിയിരിക്കുന്നു. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വിവാഹത്തിന് ശേഷം ഉള്ള ജീവിതം എടുത്ത് പരിശോധിച്ചാലും ഇത് തന്നെ. നാം നമുക്ക് വേണ്ടി അല്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. നാം മറ്റാരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നു. സോഷ്യൽ വാലിഡേഷന്റെ ട്രാപ്പിൽ ഈ സമൂഹം കുടുങ്ങിക്കിടക്കുന്നു. എവിടെ നിന്ന് കിട്ടാനാണ് സമാധാനം? എവിടെ നിന്ന് കിട്ടാനാണ് സന്തോഷം? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ തകർന്ന് തരിപ്പണമായത്, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത്, ലോണുകൾക്ക് വേണ്ടി ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്നത്, അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്താകുന്ന സമ്പത്തിനെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോ വിവാഹം എക്സ്പെൻസീവ് ആണ്. വിവാഹാനന്തരമുള്ള ജീവിതവും ഈ മനുഷ്യന്റെ ലോകത്ത് വളരെയേറെ ചെലവേറിയതാണ്. മനുഷ്യന്റെ സമാധാനം തകർക്കുന്നത് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു വിവാഹത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും സ്ഥാപിച്ചുവെന്നും നിങ്ങൾ നിങ്ങളുടെ ഇണകളിലേക്ക് സമാധാനം അടയാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ ഇണകളാക്കിയത് എന്ന് പറയുമ്പോൾ ഈ ഇണചേരലിലൂടെ നമുക്ക് എന്തുകൊണ്ട് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതിന്റെ ഒരു കാരണവും ഇന്നത്തെ തലമുറ വിവാഹത്തോട് നീരസം പ്രകടിപ്പിക്കാനുള്ള കാരണവുമാണ് ഞാൻ പറഞ്ഞത്. വിവാഹത്തോടെ സ്ത്രീയുടെ കുടുംബം അതിദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്നു, കടത്തിൽ നിന്നും കടത്തിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ വലിയ ഒരു മാറാവ്യാധിയായി നാം വിവാഹത്തെ മാറ്റിയിരിക്കുന്നു. സ്ത്രീധനം എന്ന് പറയുന്ന മാറാവ്യാധി. ഇനി ഒരു തലമുറയിലെ പെൺകുട്ടികൾ സ്ത്രീധനത്തിന് വേണ്ടി നിന്നുപോലും തരികയില്ല എന്നുള്ളതാണ്. അള്ളാഹു സ്ഥാപിച്ച മഹറിനെ നമ്മൾ അലങ്കോലപ്പെടുത്തുകയും പകരം സ്ത്രീധനത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവിടെയാണ് പ്രശ്നം. അള്ളാഹുവിന്റെ ദീൻ ലംഘിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. പടച്ചവന്റെ കൽപ്പനകളെ വലിച്ചെറിഞ്ഞു. മനുഷ്യനിർമ്മിതമായ ചില ആചാരങ്ങളിലേക്കും ചടങ്ങുകളിലേക്കും വളരെ നൈമിഷികമായ ചിന്തകളിലേക്കും നാം അഭയാർത്ഥികളായി. എങ്ങനെ സമാധാനം കിട്ടാനാണ്? എങ്ങനെ ആശ്വാസം കിട്ടാനാണ് പ്രിയമുള്ളവരെ? രണ്ടാമത്തെ കാരണം പെൺകുട്ടികളെ പ്രത്യേകം പറയുന്നത് നമുക്കറിയാം. ഇന്ന് കേരളത്തിന്റെ വലിയൊരു ചർച്ചയാണ്. ഒരുപാട് ആൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ വിവാഹത്തിന് തയ്യാറാകുന്ന പെൺകുട്ടികളെ കിട്ടാനില്ല. നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ മടി? അത് കുടുംബ ജീവിതത്തിൽ തന്റെ മാതാപിതാക്കളുടെ ജീവിതം ഈ കുട്ടികൾ കാണുകയും അറിയുകയും ചെയ്തു എന്നുള്ളതാണ്. തന്റെ വാപ്പയും ഉമ്മയും എങ്ങനെ ജീവിച്ചു, ആ കുടുംബത്തിലെ അസ്വസ്ഥതകൾ എന്താണ്? എന്റെ ഉമ്മയ്ക്ക് എന്റെ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഉണ്ടായിരുന്നത്, എന്ത് സുരക്ഷിതത്വമാണ് ഉണ്ടായിരുന്നത്? വാപ്പയോടൊപ്പം ഉമ്മ സുരക്ഷിതയായിരുന്നു.
ഉമ്മയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട അവകാശങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള ഒരു തലമുറയാണ് ഈ തലമുറ എന്ന് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യാവകാശങ്ങളെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരു തലമുറയാണ്. ആ തലമുറ ആലോചിക്കുന്നത് എന്റെ ഉമ്മ എന്റെ വീട്ടിൽ സുരക്ഷിതയായിരുന്നു, എന്റെ പിതാവിന്റെ സ്വപ്നങ്ങളോടൊപ്പം എന്റെ ഉമ്മയുടെ സ്വപ്നങ്ങൾക്ക് വിലയുണ്ടായിരുന്നുവോ, അവിടെ കുറച്ചുകൂടെ കടന്ന് ആ ഉമ്മ അടിച്ചമർത്തപ്പെട്ടാൽ, ആ ഉമ്മ അപമാനിക്കപ്പെട്ടാൽ, ആ ഉമ്മയുടെ വേദനകൾ കേൾക്കാൻ കുടുംബത്തിൽ കാരണവന്മാർ ചെവി കൊടുക്കാതിരുന്നാൽ ആ മകൻ കാണുന്നത് എന്താണ്? ഇതാണ് എന്റെ ഉമ്മയ്ക്ക് വിവാഹ ജീവിതത്തിലൂടെ എന്റെ ഉമ്മ എത്തിപ്പെട്ടതെങ്കിൽ ഞാൻ എന്തിന് വിവാഹം ചെയ്യണം? എന്റെ മുറവിളി ആര് കേൾക്കും? ഞാൻ ആരോട് പറയും? സ്വാഭാവികമാണ് വിവാഹം എന്ന സങ്കല്പത്തെ തന്നെ ഈ സമൂഹം, ഈ തലമുറ, ഈ മക്കൾ ഭയത്തോടെ വീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള ഭയത്തോടെ സമീപിക്കുകയാണ് അവർ. മൂന്നാമത്തത് കരിയർ. അതിന് അമിതമായ പ്രാധാന്യം വന്നു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കരിയറും വിവാഹവും ഏറ്റുമുട്ടിയാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നതാണ്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകളെ പരിഹരിക്കും വിധം പെൺകുട്ടികൾ സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൈവരിക്കാനുള്ള വഴിയും അവരുടെ മുന്നിൽ ഉണ്ടാക്കണം. നാളെ ആ പെൺകുട്ടിക്ക് ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ നിർഭയമായി ഇറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നാം നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികൾ നാളെ വിവാഹത്തിന് തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല കാരണങ്ങളുടെ പേരിൽ വിവാഹത്തോട് നീരസം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ ചില പരിഹാരങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം അത് സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബിനിയാവുക എന്ന് പറയുന്നത്. മാതൃത്വം എന്ന് അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ വസ്ത്രം, ആ വസ്ത്രത്തെ അഭിമാനപൂർവം നമ്മുടെ മക്കൾ സ്വീകരിക്കണം. നമ്മുടെ സഹോദരിമാരോടൊക്കെ ചിലപ്പോ എന്ത് ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരൊന്ന് ചൂളിക്കൊണ്ട് പറയും, അത് ഹൗസ് വൈഫാണെന്ന് പറയും. ജോലിയില്ല എന്ന് പറയുന്നത് അപമാനത്തോടെ പറയേണ്ടതല്ല. എന്റെ മക്കളെ ഉത്തരവാദിത്ത ബോധത്തോടെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അഭിമാനത്തോടെ ഒരു സ്ത്രീ പറയേണ്ട കാര്യമാണ്. അത് വലിയ ദൗത്യമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചു വന്ന മനുഷ്യരോട് നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ് എന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത് പിതാവ് എന്ന് പറയുന്നത് മാതൃത്വം സ്ത്രീക്ക് അല്ലാഹു നൽകി ആദരിച്ചത് അത്രമേൽ അനുഗ്രഹീതമായതുകൊണ്ടും അത്രമേൽ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടുമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പണിയല്ല, അത് വലിയ ഉത്തരവാദിത്വമുള്ളത് ദൗത്യമാണ്. സ്ത്രീക്ക് പറ്റൂ, സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതാണത്, അത് സ്ത്രീ ഏറ്റെടുക്കണം. ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യോൽപത്തിയുടെ നിലനിൽപ്പിന് ആ റിസ്ക് സ്ത്രീകൾ ഏറ്റെടുക്കൽ അനിവാര്യമാണ്. ഇതിനെതിരെ എന്തിനാണ് കണ്ണടക്കേണ്ട ആവശ്യം? ഇത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, പണവും കരിയറും പ്രതാപവും നികത്താൻ കഴിയാത്തത് മാതൃത്വം നികത്തും. മാതൃത്വത്തിലൂടെ നമ്മൾ വളർത്തുന്ന മക്കൾ വൈകാരികമായ, മാനസികമായ, ഭൗതികമായ മുഴുവൻ പിന്തുണയും കൊടുത്ത് സമൂഹത്തിന് ഉപകാരപ്രദമായ മക്കളെ നാം നിർമ്മിച്ചെടുക്കുമ്പോൾ ആ നിർമ്മിച്ചെടുക്കുന്നത് ചെറിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് അപമാനത്തോടെ പറയേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
എന്നാൽ കരിയറിന് വേണ്ടി സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ 7 മക്കളുടെ ഉമ്മയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആ മക്കളെ നന്നായി വളർത്തി വലുതാക്കി. പക്ഷെ അതോടൊപ്പം അവരുടെ കരിയറും ഏറ്റവും നന്നായി അവർ കൊണ്ടുപോയി. ആയിഷ റളിയല്ലാഹു അൻഹയും വ്യത്യസ്തമല്ല സ്ഥിതി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയായി പ്രവാചകന്റെ ജീവിതത്തിൽ തുടരുമ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ കടന്നു വരുന്ന പല പ്രശ്നങ്ങളുടെയും അവസാന വാക്കായി ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോധിക്കപ്പെട്ടത് ഒന്നിനും തടസ്സമല്ലാത്ത രൂപത്തിൽ ഉള്ള ഒരു കുടുംബ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രവാചകന്റെ മാതൃകയാണ് എന്ന് നാം മറന്നു പോകരുത്. ഒന്നാമത്, അവർക്ക് അവരുടെ അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർ വിവാഹത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കാരണവന്മാർ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ ശരിയായ രൂപത്തിൽ കേൾക്കുകയും ശരിയായ പരിഹാരങ്ങളിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട്. പെൺകുട്ടികൾ ഉയർത്തുന്ന അവരുടെ മുറവിളികളെ കേൾക്കണം. നമ്മൾ പലപ്പോഴും ഉപദേശിക്കുന്ന ക്ഷമിക്കാനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. തന്റെ പുരുഷനിൽ നിന്ന് ഏൽക്കുന്ന പ്രഹരങ്ങളെ എത്ര കാലം കഴിഞ്ഞാലും നീ അങ്ങ് കണ്ണടച്ച് ക്ഷമിച്ചു കൊടുക്കൂ. എത്ര പ്രാവശ്യം ആ പെൺകുട്ടി പരാതിയായിട്ട് വന്നാലും നമ്മൾ പറയുന്നത് അതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ അത് പറയുന്നില്ല, ഇസ്ലാമിന്റെ നയമല്ല. അത് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഉപദേശമാണ്. ഇംസാകുൻ ബിമഅറൂഫിൻ ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. പരിശുദ്ധമായ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് പറയുന്നത്? ജീവിക്കുന്നെങ്കിൽ മാന്യമായി ജീവിക്കണം, വിട്ടുപിരിയുന്നുണ്ടെങ്കിലും മാന്യമായി വിട്ടുപിരിയണം. ഒരു മനുഷ്യന്റെ, അത് ആണായാലും പെണ്ണായാലും, മുഴുവൻ ആ ജീവിതത്തിന്റെ മുഴുവൻ വൃത്തികേടുകളും സഹിച്ച് ക്ഷമിച്ച്, മുഴുവൻ ഉപദ്രവങ്ങളും സഹിച്ച് ക്ഷമിച്ച് ആ ജീവിതത്തിൽ തുടരാൻ അല്ലാഹുവിന്റെ ദീൻ പറയുന്നില്ല. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന പ്രശ്നങ്ങളെ പ്രവാചകൻ ഒരു സ്ത്രീയോട് പോലും പറഞ്ഞിട്ടില്ല നീ ക്ഷമിക്കണമെന്ന്. പരിഹരിച്ചു, ആക്ഷൻ എടുക്കണം, നീതിയിലധിഷ്ഠിതമായി ആക്ഷൻ എടുക്കണം. അനിവാര്യമായ ഘട്ടങ്ങളിൽ വിവാഹമോചനം വേണ്ടി വന്നാൽ വിവാഹമോചനമാണ് പരിഹാരമെങ്കിൽ വിവാഹമോചനം. ഒരു സ്ത്രീ അവർ പറയുന്നു, എനിക്ക് ഈ ജീവിതത്തിൽ തുടരാൻ സാധ്യമല്ല, ഞാൻ അത്രയും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഈ ബന്ധത്തിൽ തുടരുകയില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി കാരണവന്മാർ ഒരുക്കി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനാണ് അടികൊള്ളുന്നത്? എന്തിനാണ് ഉപദ്രവിക്കപ്പെടുന്നത്? എന്തിനാണ് ഈ അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ആ സ്ത്രീ ജീവിക്കേണ്ടത്? ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ എന്തിനാണ് ലംഘിക്കുന്നത്? അത് ഏത് ദീനാണ്, ഏത് ഇസ്ലാമാണ് അത് പറഞ്ഞത്? ഒരു പുരുഷന്റെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണോ, അവൻ എത്രമാത്രം പ്രിവിലേജ്ഡ് ആണോ, അതുപോലെ സ്ത്രീയും കുടുംബത്തിലും സമൂഹത്തിലും ആദരിക്കപ്പെടാതെ ഇസ്ലാമിക സമൂഹം വിജയിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര സംഭവങ്ങൾ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പത്നി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ, എന്റെ ഭർത്താവ് സാബിത്ത് ഇബ്നു ഖൈസിന്റെ ദീനിലോ സ്വഭാവത്തിലോ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ശ്രദ്ധിക്കണം, അദ്ദേഹം ഈ സഹോദരിയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടില്ല. സ്വഭാവത്തിലും ദീനിലും എനിക്ക് ആ മനുഷ്യനിൽ ആക്ഷേപം പറയാൻ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ തുടർന്നു പോകാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച ശേഷം ആ സ്ത്രീ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിനക്ക് അയാൾ തന്ന മഹറായി നൽകിയ ആ തോട്ടം മടക്കി കൊടുക്കാൻ നീ തയ്യാറാണോ? ഞാൻ
തയ്യാറാണ്. സാബിത്ത് ബിൻ ഖൈസിനെ വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസ്, നിന്റെ ഭാര്യയിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, നിന്നോടൊപ്പം തുടർന്നു പോകാൻ കഴിയില്ല എന്നാണ് അവൾ പറയുന്നത്. നീ അവൾക്ക് മഹറായി കൊടുത്ത ആ ഭൂമി, ആ തോട്ടം നിനക്ക് മടക്കി തരാൻ അവൾ തയ്യാറുമാണ്. അത് മടക്കി അവളെ നീ ഒരു തലാഖ് നിർവഹിക്കണം. എങ്ങാനും വീണ്ടും യോജിക്കാൻ ഒരു അവസരം ഉണ്ടായാൽ ഒരു തലാഖ് നീ ചൊല്ലണം. എന്താ പറയേണ്ടത്? നമ്മളാണ് നീ എന്ന് ക്ഷമിക്കും, നീ എന്ന് സഹിക്കും, അടികൊള്ളു. ഇവിടെ അടി പോലും കൊണ്ടിട്ടില്ല. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ആരാണ് അബൂ സുഫിയാൻ? പ്രമാണിയാണ്, സൈനിക കമാൻഡറാണ്, പ്രതാപിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ഹിന്ദ് പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭർത്താവ് ലുബ്ധനാണ്, വിശുദ്ധനാണ്. എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും വേണ്ടത് അദ്ദേഹം ചെലവഴിക്കുന്നില്ല, ഞങ്ങൾക്ക് തരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഞാനൊരു കാര്യം ചെയ്യും, അതുകൊണ്ട് ഞാൻ അദ്ദേഹം അറിയാതെ ആ സമ്പത്ത് എടുക്കും, എന്നിട്ട് ഞാൻ ചെലവഴിക്കും. കുറ്റമുണ്ടോ നബിയേ? വളരെ പ്രാക്ടിക്കലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് പ്രതികരിച്ചു. ഖുദി മാ യക്ഫീക വ അബൂക, നിനക്കും നിന്റെ മക്കൾക്കും മതിയാകുന്നത് നിനക്ക് എടുക്കാൻ അനുവാദമുണ്ട് എന്ന്, നിനക്ക് ആവശ്യമായത് മാത്രം. കുറെ കാലം നീ എന്നെ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കും. അങ്ങനല്ല, അങ്ങനെ പറയുന്നില്ല നീ. ഒരു സ്ത്രീ ഒരു പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണം, അത് കേൾക്കണം. ഉത്തരവാദിത്തപ്പെട്ടവർ ആക്ഷൻ എടുക്കണം. നീതി എന്ന് പറഞ്ഞാൽ അത്, നീതിയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ. നീതി കൈമോശം വന്നിടത്തല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇவ்விധം പ്രഹരിക്കപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്? പുറത്ത് പറയുന്നില്ല എന്ന ധൈര്യം. പോലീസ് സ്റ്റേഷനിലോ വനിതാ ഹെൽപ്പ് ഡെസ്കുകളിലോ വനിതാ കമ്മീഷനിലോ പരാതി പറയില്ല എന്ന ധൈര്യത്തിൽ എത്ര കുടുംബങ്ങളിൽ എത്ര സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അവകാശങ്ങൾ സംരക്ഷിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രഭാഷണം ഹുജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, നിങ്ങളിലെ പുരുഷന്മാർക്ക് സ്ത്രീകളോട് ബാധ്യതയുണ്ട്. അല്ലയോ സ്ത്രീകളെ, നിങ്ങളുടെ പുരുഷന്മാരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നീതിബോധത്തോടുകൂടി വർത്തിക്കുന്നിടത്താണ്, നീതിയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതമാണ് നിർവഹിക്കേണ്ടത് എന്ന ദൗത്യം. അത് ആർക്കും കിട്ടണം, പുരുഷനും കിട്ടണം, സ്ത്രീക്കും ലഭിക്കണം. എവിടെയാണ് നീതി ലംഘിക്കപ്പെടുന്നത്, ആ നീതി ലംഘിക്കപ്പെടുന്നവന്റെ കൂടെ, മർദ്ദിതന്റെ പക്ഷത്ത്, അത് മകളാകാം, മരുമകളാകാം, മകനാകാം, മരുമകനാകാം, ആരോ ആയിക്കൊള്ളട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗോത്രത്തിലെ പ്രമാണിമാര് ഒരു കുറ്റം ചെയ്തു. ആ കുറ്റത്തിൽ തങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്ന സാഹചര്യമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഗോത്രക്കാർ വന്നിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു. പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം റെക്കമെൻഡ് ചെയ്ത് പരിഹരിക്കാമെന്നതായിരുന്നു അവരുടെ തോന്നൽ, അവരുടെ ചിന്ത. ഉസാമത്ത് ബിൻ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവരുടെ കാര്യത്തിൽ ഒരു ഇളവ് അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴാ പറഞ്ഞത്? എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഇസ്ലാമിന്റെ നടപടി ഞാൻ അവരുടെ മേൽ നടപ്പാക്കും. നീതിബോധം. നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്ന പെൺമക്കൾ, സഹോദരിമാർ, വേറൊരു കുടുംബത്തിൽ നിന്ന് വരുന്നവർ, അവർ പരിരക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ അബ്യൂസ് ചെയ്യപ്പെട്ടാൽ നാം ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? പിന്നെ എങ്ങനെയാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരിക? നമ്മൾ അപലപിക്കുന്നു, മകൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല,
നീതി നിഷേധിക്കപ്പെട്ട വലിയൊരു കാലഘട്ടം കഴിഞ്ഞതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകാത്തതിന്റെ പരിണിത ഫലം അതാണ്. പ്രിയമുള്ളവരെ, ആരുടെയും അവകാശങ്ങൾ നമ്മൾ മൂലം ലംഘിക്കപ്പെടരുതെന്ന്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആ സമത്വ മനോഭാവത്തിലേക്ക് അത് പ്രായോഗികമായി നമ്മുടെ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നടപ്പാക്കപ്പെടണം. അവിടെ നാം നമ്മളെ വിചാരണ ചെയ്യണം. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും അനീതി നിറഞ്ഞ ഒരു പ്രവർത്തനം എന്റെ ഭാഗത്ത് നിന്നുണ്ടായോ, എന്റെ മക്കൾ പഠിക്കുന്നത് എന്തെങ്കിലും അരുതായ്മകൾ എന്നിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന്, ഇത് സഹാബാക്കളുടെ മര്യാദയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു നാളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യുക, നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തത്തെ വിചാരണ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും നിങ്ങൾ വിചാരണ ചെയ്യണം. എന്നിട്ട് മെച്ചപ്പെടുത്തണം. നല്ല ഒരു നാളുകളെ, നല്ല മാസങ്ങളെ, നല്ല വർഷങ്ങളെ, നല്ല ആഴ്ചകളെ, നല്ല നിമിഷങ്ങളെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ അത് കാരണമാകും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വന്നാൽ അവർ കുടുംബജീവിതത്തോടോ വിവാഹത്തോടോ യാതൊരു നിലയ്ക്കും നീരസം പ്രകടിപ്പിക്കേണ്ട കാര്യം അവർക്കില്ല എന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാത്തിന്റെയും പരിഹാരം അള്ളാഹുവിന്റെ ദീനാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം അള്ളാഹുവിന്റെ ദീനും കൽപ്പനകളും നാം കൈയൊഴിഞ്ഞു. നമ്മുടെ വിവാഹത്തിൽ നാം കൈയൊഴിഞ്ഞു. ആയത്തോ ഹദീസോ ദീനോ നമുക്ക് പ്രധാനമേ അല്ല. നമ്മൾ മനുഷ്യരുടെ 4-3-7 ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ഈ ദീനിനെ വിറ്റഴിക്കാൻ നമ്മൾ തയ്യാറാണ്. അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ ഈ ദീൻ നാം മുറുകെ പിടിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന നല്ല സമൂഹമായി, നല്ല കുടുംബമായി, നല്ല വ്യക്തികളായി, നല്ല മക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ.